Hello, hi everyone. Welcome back to our YouTube channel. Trivandrum to Mumbai Expedition Series Day 8 ചിപ്ലൂൺ ടു മുംബൈ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു 9 മണിയൊക്കെ ആയപ്പോഴത്തേനും ഹോട്ടൽ വെക്കേറ്റ് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നുള്ള പ്ലാനിലാണ് പോകുന്നത്. ഇന്നത്തെ നമ്മുടെ യാത്ര കൂടുതലും ഹൈവേ കൂടെയാണ്. അപ്പോൾ ഹൈവേയിൽ തന്നെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഹോട്ടൽ ഏകവീര എന്ന് പറഞ്ഞിട്ട്. അവിടെ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും, ഇന്ന് രാവിലെ അത്യാവശ്യം നല്ല ക്ലിയർ സ്കൈയും ഒക്കെയാണ്. ഒരു ചെറിയ ചൂടുള്ള ഒരു വെതറും കൂടെയാണ് കേട്ടോ. നമുക്ക് ലാസ്റ്റുള്ള ഡേയ്സ് പോലെയല്ല, ലാസ്റ്റ് മിക്കപ്പോഴും മഴയും ഒരു തണുത്ത ക്ലൈമറ്റൊക്കെ ആയിരുന്നു ഭൂരിഭാഗം സമയം രാവിലെയിൽ. പക്ഷേ ഇന്നത്തെ ദിവസം കുറച്ച് സണ്ണി ആയിട്ടുള്ള ഡേ ആണ്. ചിപ്ലൂണിൽ നിന്ന് കേതു വഴി മഹദ് കയറാനാണ് നമ്മളിപ്പം പോകുന്നത്. കുറേ മുന്നിലോട്ട് ചെന്നപ്പോഴത്തേനും നമ്മളൊരു തുരങ്കം പോലെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കിങ്ങനെ തുരങ്കത്തിൻ്റെ അകത്ത് കൂടെ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ നോക്കിയിരിക്കും എപ്പോഴാണ് അടുത്ത ഒരു തുരങ്കം വരാമെന്നുള്ളത്. പക്ഷെ അത് റെയറായിട്ടാണ് സാധാരണ വരാറ്. ഇതിൻ്റെ അകത്തൂടെ പോകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര കൂളിംഗ് ഒരു എഫക്റ്റാണ്, മാത്രമല്ല നല്ല രസമാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇത്. ഇതിൻ്റെ അകത്ത് തന്നെ ചെറിയ ഡീവിയേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഡീവിയേഷൻസ് തുരങ്കത്തിൻ്റെ അകത്ത് കാണുന്നത്. സാധാരണ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടുള്ളതായിരിക്കുമല്ലോ, പക്ഷേ ഇതിൻ്റെ അകത്ത് ഡീവിയേഷൻസ് ഉണ്ട്. അതും എനിക്കൊരു വ്യത്യാസമായിട്ട് പെട്ടെന്ന് തോന്നി, കാരണം ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പ് എത്തിയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പെട്രോൾ പമ്പിൽ കയറുമ്പോൾ കറക്റ്റായിട്ട് വീഡിയോസ് എടുത്ത് വയ്ക്കാറുണ്ടെന്നുള്ളത്. അതുപോലെ ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാം പെട്രോളൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം വീണ്ടും മുന്നിലോട്ട് പോവുകയാണ്. ഇന്ന് ഫുള്ളും ഒരു ട്രാവൽ മാത്രമേ ഉള്ളൂ, കാരണം ഇത് നമ്മുടെ യാത്രയുടെ ഫൈനൽ ഡേ ആണ്. എനിക്കതിൻ്റെ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു ലോങ് ഡ്രൈവ്, ഇത്രയും ദിവസത്തെ ഒരു ട്രിപ്പ് ഇതോടെ എൻഡ് ആവാൻ പോവുമല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ട് എനിക്ക്. പക്ഷെ എന്നാലും സാരമില്ല, അടുത്ത ഒരു ട്രിപ്പിൻ്റെ തുടക്കമായിട്ടാണ് ഇതിനെ ഞാൻ കാണുന്നത്. ഇന്ന് അത്യാവശ്യം ചൂടുള്ള ഒരു വെതറാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞില്ല. അത് കാരണം നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കരിമ്പിൻ്റെ ജ്യൂസ് കിട്ടുന്ന ഒരു കട ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി ഒരു ഗ്ലാസ് കരിമ്പിൻ ജ്യൂസൊക്കെ വാങ്ങി കുടിച്ചു. നല്ലതായിരുന്നു കേട്ടോ. ഈ ചൂടത്ത് കരിമ്പിൻ ജ്യൂസ് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. അതിനുശേഷം നമ്മൾ അവിടെ ഒരു മണിക്കൂറോളം ഇരുന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ, കാരണം ചൂട് ഞങ്ങൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്തു റെസ്റ്റ് എടുത്തതിന് ശേഷം. കുറേ അങ്ങ് മുന്നോട്ട് പോയതിന് ശേഷം വെയിലൊക്കെ ഒന്ന് നന്നായിട്ട് താന്നു. പിന്നെ ഞങ്ങളൊരു മഴമേഘത്തിൻ്റെ അകത്തോട്ട് കയറുന്ന ഒരിതായിരുന്നു. പിന്നെ ഇടയിൽ വെച്ചിട്ട് മഴ ഒന്ന് പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റെയിൻകോട്ടൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. മഴ പെയ്യാൻ തുടങ്ങിയതും വണ്ടി ഒന്ന് സൈഡാക്കി ഞങ്ങൾ റെയിൻകോട്ടൊക്കെ ഇട്ടതിന് ശേഷം പിന്നെയും യാത്ര തുടരുകയാണ് ചെയ്തത്.
നിങ്ങൾക്ക് റോഡ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ, നനഞ്ഞിട്ടുണ്ട്, മഴ പെയ്തിരിക്കുവാണ്. മുന്നിലോട്ടൊക്കെ നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഏരിയ എത്തിയപ്പോഴത്തേനും ഞങ്ങൾ അത്യാവശ്യം നല്ലൊരു ബ്ലോക്കിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. ഒരു 3/4 മണിക്കൂറിന് മേലെ ഞങ്ങൾ ഇവിടെ തന്നെ സ്റ്റക്കായി കിടന്നു. വണ്ടി കുറേ നേരത്തേക്ക് അനങ്ങുന്നുണ്ടായിരുന്നില്ല, ഇടയ്ക്കൊന്ന് ജസ്റ്റ് മൂവ് ചെയ്യും, പിന്നെ അങ്ങനെ കിടക്കും, അങ്ങനെയായിരുന്നു. ഞങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ മനസ്സിലാവും എന്തോരം തിരക്കാന്നുള്ളത്. ഞങ്ങൾ പിന്നെ സൈഡിൽ കിട്ടിയ ഗ്യാപ്പിൽ കൂടെയൊക്കെ വണ്ടി എടുത്ത് പോയതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് മുന്നിലോട്ട് എത്താനായിട്ട് പറ്റിയായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളും ഇതുപോലെ ഇങ്ങനെ കിടന്നു പോയേനെ. അങ്ങനെ നമ്മളിപ്പോൾ മാൻകാവ് ക്രോസ് ചെയ്തിട്ടുണ്ട്. മാൻകാവിൽ നിന്ന് നമ്മൾ നേരെ ഇപ്പോൾ കോലാട് വഴി പെന്നിലോട്ടാണ് പോകുന്നത്. ഇപ്പൊ നമ്മളുള്ളത് പൻവേലിലാണ്. പൻവേലിൽ നിന്ന് നമ്മൾ നവി മുംബൈയിലേക്കാണ് പോകുന്നത്. നവി മുംബൈ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ താനെയാണ് വരുന്നത്. താനെയിൽ ഓവ്ലയിലാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം. നവി മുംബൈ എത്തിയപ്പോഴത്തേനും നമ്മൾ ചായ കുടിക്കുന്നതിന് വേണ്ടി ഒരു ചായക്കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം നമ്മൾ വണ്ടി എടുത്ത് മുന്നിലോട്ട് പോയതേ ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയതും ഭയങ്കരമായിട്ട് അങ്ങ് മഴ പെയ്യാൻ തുടങ്ങി. മഴ എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് മഴ, നിൽക്കുന്നില്ല, അമ്മാതിരി മഴ. അത്ര നേരം പെയ്തിട്ടും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് നവി മുംബൈയിൽ എത്തിയപ്പോൾ തൊട്ടങ്ങ് പെയ്യാൻ തുടങ്ങുമായിരുന്നു. ഇൻ ബിറ്റ്വീൻ അത്യാവശ്യം നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഈ സമയത്ത് സാധാരണ ഇവിടെ നല്ല ബ്ലോക്ക് ഉള്ളതാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഫ്ലൈ ഓവറിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫ്ലാറ്റ് ഇപ്പം വളരെ പെട്ടെന്ന് എത്തുന്നതാണ്. അങ്ങനെ ഫ്ലൈ ഓവർ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോകുന്നത് നമ്മുടെ ഫ്ലാറ്റിലേക്കാണ്. നവി മുംബൈ ക്രോസ് ചെയ്ത് താനെയിലോട്ട് കയറിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് വിഷമം തോന്നി. കാരണം നമ്മുടെ ട്രിപ്പ് ഇപ്പം തീരും. അപ്പം ഞാനും ഹരി ഇങ്ങനെ പരസ്പരം പറയുന്നുണ്ടായിരുന്നു, അയ്യോ നമ്മൾ ഫ്ലാറ്റ് ഇപ്പം എത്തും, നമ്മുടെ യാത്ര ഇവിടെ വെച്ച് അവസാനിക്കുക എന്നൊക്കെ വിഷമം പറഞ്ഞാൽ ഞങ്ങൾ മുന്നിലോട്ട് പോകുന്നത് തന്നെ. അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ ഫ്ലാറ്റിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രം ടു മുംബൈ എക്സ്പെഡീഷൻ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.